ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളൊരു പുളിഞ്ചിക്ക അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പുളിഞ്ചിക്ക അച്ചാറിടാനായിട്ട് നമ്മൾ പുളിഞ്ചിക്കയൊക്കെ പറിച്ചതിന് ശേഷം നന്നായി കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് കടത്തോട്ട് പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഉപ്പ് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഉപ്പ് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ നമുക്ക് മാറ്റി വയ്ക്കാം ഉപ്പ് പിടിക്കാനായിട്ട്. അതിനുശേഷം ഒരു ചീനിച്ചട്ട വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ നല്ലെണ്ണയാണ് അച്ചാറുണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. നല്ലെണ്ണയൊന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് കറി ലീവ്സ് ഒന്ന് ഇട്ട് കൊടുക്കും. പിന്നെ ഉണക്കമുളക് അഥവാ ചുമന്ന വറ്റൽമുളകാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഒരു കുടം വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ നന്നായിട്ട് ചതച്ചെടുത്തതാണ് നമ്മൾ ചേർത്ത് കൊടുത്തത്. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇപ്പം നമ്മൾ പച്ചമണം മാറിയിട്ടുണ്ട്. പിന്നെ ഗ്യാസ് ഓഫ് ആക്കിയതിന് ശേഷം നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ആദ്യമായി കാശ്മീരി ചില്ലി പൗഡറാണ് 2 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കായപ്പൊടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പാകത്തിന് ഉപ്പൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ മസാലയിൽ. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മളൊന്ന് ഗ്യാസ് ഒന്ന് ഓണാക്കി മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം അരപ്പൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പുളിഞ്ചിക്ക ഒന്ന് തട്ടി കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് വെക്കുക. അധികം കുക്ക് ചെയ്യണ്ട. കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് കുഴഞ്ഞു പോകും. പിന്നെ നമുക്ക് അച്ചാർ അധികം ദിവസം ഇരിക്കത്തില്ല. പുളിഞ്ചിക്ക അച്ചാർ പെട്ടെന്ന് തന്നെ കുഴഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ആക്കി കൊടുക്കാം. നല്ല അടിപൊളി കിടു ടേസ്റ്റിലുള്ള അച്ചാറാണ്. ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് ചോറിനൊപ്പം കഴിക്കാനായിട്ട് ഒരു ചെറിയൊരു സ്പൂൺ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കുടം ചോറൊക്കെ കഴിച്ചെടുക്കും. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ന്യൂ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒക്കെ മറന്നു പോരും. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ.